ഞങ്ങളുടെ വീട്ടിലൊന്നും തീരെ സമാധാനവും സന്തോഷവും ഒന്നും ലഭിക്കുന്നില്ല. ഭർത്താവ് ഏത് ജോലിക്ക് ഇറങ്ങി തിരിച്ചിട്ടും ഒരു സമാധാനവും ലഭിക്കുന്നില്ല. വളരെ പ്രയാസമാണ്. ജോലിയൊന്നും ഇല്ല, ആകെ മോശമാണ്. ഉസ്താദ് ദുആ ചെയ്യണേ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വരാറുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ കിടന്നുറങ്ങുന്ന ശീലം നിങ്ങളുടെ ഭർത്താക്കന്മാർക്കുണ്ടോ? നിങ്ങൾക്കിതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങാം എന്ന് ചിന്തിച്ച് അല്പനേരം കിടന്നുറങ്ങി പണിക്ക് പോകാം, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ ഏർപ്പെടാം. ഈ ചിന്ത വളരെ പ്രശ്നമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തൻ്റെ മകൻ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നത് കണ്ടു. ഉടൻ ചെന്ന് മകനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ എഴുന്നേറ്റ് വേറെ വല്ല പണിയും ചെയ്യ്. ഇങ്ങനെ കിടന്നുറങ്ങുവാണോ? സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. പടച്ചവൻ നിനക്ക് റിസ്ക് തുറന്നു തരുന്ന സമയമാണ് ഈ സമയമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇനി മുതൽ ഇങ്ങനെ ഉറങ്ങുന്നവരൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞുള്ള സമയം, ആ സമയത്ത് നിങ്ങൾ ധാരാളം ദിക്റ് ചൊല്ലൂ. ദിക്റിലൂടെ ഹൃദയത്തിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്തതികളിൽപ്പെട്ട 8 സന്തതികളെ മോചിപ്പിച്ച പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബിദായത്തുൽ ഹിദായ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. സുബഹി കഴിഞ്ഞ് ഉടനെ ഉറങ്ങിയാലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ജോലിക്ക് പോകാൻ മടുപ്പ്, വീട്ടിൽ വളരെ അലസത, എപ്പോഴും ക്ഷീണം, അങ്ങനെ തുടങ്ങി വളരെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു വരും. നമ്മളുടെ വീട്ടിലൊക്കെയും സമാധാനവും സന്തോഷവുമൊക്കെ എപ്പോഴും അല്ലാഹു തആല നിലനിർത്തി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. بذكر الله ترتاح القلوب